പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നതാധികാര സമിതിയിലെ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന രാജ്യദ്രോഹമാണ്, മതേതര വിരുദ്ധമാണ്. പരസ്യമായി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി നേതാവിനെതിരായിട്ട് നിയമ നടപടിയെടുക്കാൻ പിണറായി ഭരണകൂടം തയ്യാറാകുമോ എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. തയ്യാറാകണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. മാത്രമല്ല, ഇത് മതപരമായ കലാപവും സൃഷ്ടിക്കാനുതകുന്ന ഒരു പ്രസ്താവനയാണ്. കാരണം അദ്ദേഹം പ്രസ്താവനയിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇസ്ലാമിക ഭരണം സ്ഥാപിതമാകുമ്പോൾ മദീനയിൽ 15% മാത്രമേ മുസ്ലിം ജനസംഖ്യയുള്ളൂ എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമായത് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷമായത് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് അത് തടസ്സമല്ല എന്നുള്ളതാണ് ഈ പ്രസ്താവനയോട് വ്യക്തമാക്കുന്നത്. ഇത് മതപരമായ കലാപത്തെ സൃഷ്ടിക്കുന്നതിന് ഉതകുന്നതാണ് ഈ പ്രസ്താവന. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കേസെടുക്കാൻ തയ്യാറാകുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇന്നലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി പങ്കെടുക്കുകയുണ്ടായി. ഈ മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് മാർക്സിസ്റ്റ് നേതൃത്വം വ്യക്തമാക്കണം. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പോരാട്ടം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുക, മറുഭാഗത്ത് ഇപ്പോഴും പഴയ കാലത്ത് പോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു സോഫ്റ്റ് കോർണർ സ്ഥാപിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു എന്നുള്ളതല്ലേ ഇന്ന് വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് LDFും UDFും ഈ ദേശവിരുദ്ധ, മതേതര വിരുദ്ധ, ഇന്ത്യാവിരുദ്ധ ശക്തികളുമായി തെരഞ്ഞെടുപ്പിൽ കൈകോർക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുസ്ലിം ലീഗ് ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം എന്താ? ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ, ഇസ്ലാമിക റിപ്പബ്ലിക് എന്നുള്ളതിനെ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ അവരഭിപ്രായം പറയേണ്ടതാണ്. കേരളത്തിലെ സാമാന്യ ജനത അത് അവരുടെ അഭിപ്രായം എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. അതിന് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദത്തെ, ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ആശയത്തെ പരസ്യമായിട്ട് തള്ളിപ്പറയാൻ ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ? ഇക്കാര്യത്തിൽ അവരും അഭിപ്രായം തുറന്നു പറയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 23-ാം തീയതി ബഹുമാന്യനായ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്നു. 10:30 മണിക്കാണ് കാലത്ത് 10:30 മണിക്കാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കുന്നത്. ആദ്യം റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള അമൃത ഭാരത് തീവണ്ടികളുടെ ഉദ്ഘാടനം ഔദ്യോഗിക പരിപാടി നടക്കുന്നുണ്ടാകും. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി NDA സംഘടിപ്പിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. പൊതുസമ്മേളനത്തിൽ വെച്ച് വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അത് റിലീസ് ചെയ്ത് അവിടുന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ടാകും. സ്വാഭാവികമായും ഈ 4 തീവണ്ടികൾ, അതായത് നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം ഹൈദരാബാദ് അമൃത് ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസ്, ഇതാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയ ഗുണകരമായിരിക്കും, യാത്രക്കാർക്ക് അനുഗ്രഹമായിരിക്കും. 1800 യാത്രക്കാർക്ക് ഒരേ സമയം ഈ അമൃത് ഭാരത് തീവണ്ടികളിൽ യാത്ര ചെയ്യാൻ സാധിക്കും. നോൺ AC കമ്പാർട്ട്മെൻറ്റുകളാണ് ഭൂരിപക്ഷവുമുള്ളത്. 130 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് 110 കിലോമീറ്റർ വേഗതയിലായിരിക്കും കേരളത്തിൽ ഈ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ സഞ്ചരിക്കുന്നുണ്ടാവുക.